ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു ഫോണിൻ്റെ ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ 4 പോയിന്റുകൾ കാണാൻ സാധിക്കും, 4 പിന്നുകൾ കാണാൻ സാധിക്കും. നമുക്ക് മറ്റേതെങ്കിലും ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സാധാരണ ക്ലോക്കിലിടുന്ന ബാറ്ററിയോ റിമോട്ടിലിടുന്ന ബാറ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ ബാറ്ററിയോ ബൈക്കിൻ്റെ ബാറ്ററിയോ ബാക്കി ഏത് ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ 2 പിന്നുകളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ഈ 2 പോയിന്റ്സുകളെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം അതിൽ 4 പോയിന്റ്സുകൾ കാണാൻ സാധിക്കും. എന്താണ് ഈ 4 പോയിന്റ്സുകൾ? 4 പോയിന്റുകൾ എന്തിനാണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയിൽ വച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ 4 പോയിന്റ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമ്മുടെ ഫോണിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലെ സെല്ലിൽ നിന്നും പുറത്തു വരുന്നതും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള 2 പിന്നുകൾ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി സെല്ലിൽ നിന്നും പുറത്തു വരുന്നുള്ളൂ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, 2 പോയിൻറ്റ്സുകൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലുമുള്ളൂ. പക്ഷേ ഈ ഒരു പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു പിന്നുകൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ ഈ ഒരു പിന്ന് നമ്മുടെ ഫോണിലെ BMS ബോർഡ് എന്ന് പറയുന്ന ഇതേപോലത്തെ ഒരു BMS ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവും ഈ ഒരു BMS ബോർഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ BMS ബോർഡിൽ ഇൻപുട്ടായിട്ട് വരുന്നത് പോസിറ്റീവും നെഗറ്റീവും, ബാറ്ററിയുടെ സെല്ലിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഈ BMS ബോർഡിൽ നിന്നും ഔട്ട് വരുന്നത് 4 പോയിൻറ്റ്സുകൾ കാണാൻ സാധിക്കും. ഈ BMS ബോർഡ് എന്തിനാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോണിൻ്റെയും ബാറ്ററിയുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു BMS ബോർഡ്, അതായത് ഇതേപോലത്തെ BMS ബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും, എന്തിനാണ് മൊബൈലിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗം, ഇത് കംപ്ലൈൻ്റ് ആയി എന്തൊക്കെ സംഭവിക്കും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ വരും ദിനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഫോണിൻ്റെ ബാറ്ററി എടുക്കുമ്പോഴത്തേക്ക് 4 പിന്നുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു പിന്ന് പോസിറ്റീവും ഒരു പിന്ന് നെഗറ്റീവുമായിരിക്കും. ഓക്കെ, ഈ ഒരു ബാറ്ററി എടുത്താൽ ഇത് ഇൻബുൾട്ട് ബാറ്ററിയാണ്. ഇതിൻ്റെ നോക്കിയാലും ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. ഓക്കെ, 4 പിന്നുകളിൽ ഇങ്ങേറ്റവും പോസിറ്റീവ് നെഗറ്റീവുമാണ്. ഇതിലും പോസിറ്റീവ് നെഗറ്റീവാണ്. പക്ഷേ അതല്ലാതെ 2 പിന്നുകൾ കൂടി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ 2 പിൻ എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് എന്ന് പറയുന്നത് തെർമൽ ലൈനാണ് അല്ലെങ്കിൽ തെർമൽ പിന്നാണ്. ഓക്കെ, രണ്ടാമത് ബാറ്ററി ID. ഒന്നാമത് ബാറ്ററി തെർമലും രണ്ടാമത് ബാറ്ററി ID. ഓക്കെ, ബാറ്ററി തെർമൽ ആൻഡ് ബാറ്ററി ID. ഓക്കെ, ഒന്നാമത്തത് പോസിറ്റീവും, രണ്ടാമത്തത് തെർമൽ ലൈനും, മൂന്നാമത്തത് ID ലൈനും, നാലാമത്തത് നെഗറ്റീവ് ലൈൻ. ഈ പോസിറ്റീവ് ലൈനും നെഗറ്റീവ് ലൈനും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു തെർമൽ ലൈൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, തെർമൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയുടെ ടെമ്പറേച്ചർ എത്രയുണ്ട് എന്ന് നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ലൈനാണ് തെർമൽ ലൈൻ. അടുത്ത ID ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ CPU-ന് അല്ലെങ്കിൽ പ്രോസസ്സറിന് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ ECUവിന് കൊടുക്കുന്ന ലൈനാണ് ID ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബോർഡിലെയോ ബാറ്ററിയുടെയോ തെർമൽ ലൈനിലോ ID ലൈനിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരികയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ, അത് നമ്മുടെ ഫോണിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.